വ്ളോഗിലൂടെയായി ജീവിതവിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് ദിയ കൃഷ്ണ. മകനായ ഓമിയുടെ വിശേഷങ്ങളും കാണിക്കുന്നുണ്ട്. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായതു മുതൽ ഓമിയുടെ എല്ലാ വിശേഷങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു. ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷും പ്രേക്ഷകർക്ക് പരിചിതനാണ്. അശ്വിനും ദിയയുടെ കൂടെയായി വ്ളോഗിൽ വരാറുണ്ട്. എഞ്ചിനീയറായ അശ്വിൻ ദിയയുടെ ബിസിനസ് കാര്യങ്ങളിലും സഹായിക്കാറുണ്ട്. ക്രിക്കറ്റും സിനിമയും യാത്രകളുമൊക്കെ അത്രമേൽ ഇഷ്ടമാണ് അശ്വിന്. അശ്വിന് ക്രിക്കറ്റ് മാച്ചായതിനാൽ ആ സമയത്ത് ഓമിക്കൊപ്പം വീട്ടിലേക്ക് പോയതും. സ്ഥിരം ഉടുപ്പ് വെച്ച് ഫോട്ടോഷൂട്ട് ചെയ്തതിനെക്കുറിച്ചുമായിരുന്നു പുതിയ വീഡിയോ. ആ ഉടുപ്പിൽ ഓമിയെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് വീട്ടിൽ എല്ലാവരും ഒരുപോലെ പറഞ്ഞിരുന്നു. ഓസി സമ്മതിക്കുമോ എന്നോർത്തുള്ള ആശങ്കയായിരുന്നു അമ്മയ്ക്ക്. അഹാന മുതൽ ഹൻസിക വരെ ഇട്ട ഉടുപ്പ് സിന്ധു കൃഷ്ണ ഇപ്പോഴും അതുപോലെ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇനി ഓമിയെയും ആ ഡ്രസ്സിൽ ഫോട്ടോ എടുത്ത് കാണണമെന്ന ആഗ്രഹമുണ്ടെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു. അഹാനയും ഇഷാനിയുമെല്ലാം ഇതേ ആഗ്രഹം പങ്കുവച്ചിരുന്നു. ഇത്തവണ അർജുനും ഇവരോടൊപ്പമുണ്ടായിരുന്നു. അഹാനയായിരുന്നു ഫോട്ടോ പകർത്തിയത്. എല്ലാ കാര്യങ്ങളും സെറ്റാക്കാനായി ഇഷാനിയും കൂടെയുണ്ടായിരുന്നു. അത്രയേറെ ആഗ്രഹിച്ച കാര്യം സഫലീകരിക്കുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു സിന്ധു കൃഷ്ണ. ഇവരിതെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നായിരുന്നു അവൻ ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. ഇനി സൗണ്ടൊന്നും കൊടുക്കണ്ടടാ, അതൊന്നും ഫോട്ടോയിൽ കിട്ടില്ലെന്നായിരുന്നു ദിയയുടെ കമൻറ്റ്. ഈ ഡ്രസ്സിൽ കുഞ്ഞിനെ കാണാനായി കാത്തിരിക്കുകയായിരുന്നു. ഓമി ഫാൻസിന് മന്തി കിട്ടിയ ഫീലാണ്. അഹാനയുടെ ഡബ്ബിംഗ് അടിപൊളി. ഇപ്പോൾ ദിയ ശരിക്കും അമ്മയെപ്പോലെ തന്നെ. പെരുമാറ്റത്തിൽ നല്ല വ്യത്യാസമുണ്ട്. ഓമിക്ക് പുരുഷന്മാരെ കാണുമ്പോൾ പ്രത്യേകമായൊരു സന്തോഷമാണല്ലോ. ഒടുവിൽ അമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തല്ലോ, വളരെ നല്ല കാര്യം തുടങ്ങി നിരവധി കമൻറ്റുകളാണ് വീഡിയോയുടെ താഴെയുള്ളത്. അച്ഛൻ്റെ കയ്യിലെ പോലെ തന്നെ അവൻ ആ നിമിഷങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. അർജുൻ വന്നപ്പോൾ ഓമിക്ക് പുറകിലായി നിലത്തിയിരിക്കുകയായിരുന്നു ഇഷാനിയും ദിയയും. ഹൻസികയും അർജുനുമായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും ആക്ഷനൊക്കെ കാണിച്ചത്. അഹാനയായിരുന്നു ഫോട്ടോഗ്രാഫർ. ഇടയ്ക്ക് അസ്വസ്ഥനായിരുന്നുവെങ്കിലും അഹാന പറയുന്നതിനനുസരിച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഓമി. ഇൻസ്റ്റാഗ്രാമിലൂടെയായി ആ ചിത്രങ്ങൾ ദിയ പങ്കുവച്ചിരുന്നു. ക്രിക്കറ്റ് മാച്ച് കഴിഞ്ഞ് അശ്വിൻ എത്തിയതും വീഡിയോയിൽ കാണിച്ചിരുന്നു. എല്ലാവരുടെയും കയ്യിൽ നിന്നും കരഞ്ഞ് വാശി പിടിച്ചാണ് അശ്വിൻ്റെ അടുത്തേക്ക് പോയത്. കുറേ നേരമായി കാണാതിരുന്നതിൻ്റെ പ്രശ്നമാണ്. അവനെ തൊട്ട് തലോടുന്നതൊക്കെ കാണാമായിരുന്നു. അശ്വിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിലും വരില്ല, അതാണവസ്ഥ. ഒരു സാധനവും അവൻ്റെ കയ്യിൽ കൊടുക്കരുത്. എവിടെ പോയി അവൻ തന്നെ എടുത്ത് വരട്ടെ എന്നായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത്.